ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് നഗരഹൃദയത്തിൽ, അതും ഹൈവേ ഫ്രണ്ടേജിൽ 78 സെൻറ്റ് സ്ഥലത്ത് ഗൾഫ് മോഡലിൽ 4500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചേക്കണ ഒരു അടിപൊളി വീടാണ്. ഈ വീടിൻ്റെ അകത്തെ ഫെസിലിറ്റീസാണ് കാണേണ്ടത്. ഭയങ്കര സൗകര്യം. പുറത്തുനിന്ന് കാണാൻ വേണ്ടി നമുക്ക് വലിയ ലുക്കൊന്നും തോന്നൂല, കണ്ടില്ലേ, പെട്ടി അടിച്ചേക്കൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ അകത്തുണ്ടല്ല, അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ പുറത്താണെങ്കിൽ അതല്ല, പറമ്പിൽ 10-21 കായ്ക്കണ തെങ്ങ് തന്നെയുണ്ട്. വീട്ടാവശ്യത്തിനുള്ള തേങ്ങയും കിട്ടും, നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെയുള്ള ആവശ്യത്തിന് തേങ്ങ ആട്ടുകയും ചെയ്യാം. കാരണം അത്രയും തെങ്ങുണ്ട്, എല്ലാം കായ്ച്ചിരിക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 78 സെൻറ്റ് സ്ഥലമുണ്ട്, 4500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർ പോർച്ച് ഓൾറെഡി ഉണ്ട്. പിന്നെ മുറ്റിൽ തന്നെയല്ല, ഇഷ്ടം പോലെ സ്ഥലമാണ്. കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തേക്കുന്ന ഒരു സ്പേസ്. ഇവിടെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം, ബസ്സാ എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഉണ്ടാവും. മുറ്റത്താണെങ്കിൽ പല വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, റംബൂട്ടാൻ, മാങ്കോസ്തി, എന്തൊക്കെയാണ്, കുറേ ഉണ്ട്, പറഞ്ഞിട്ട് തന്നെ കിട്ടണില്ല. വാഴ, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരോട്, കേരളത്തിലെവിടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പോൾ തന്നെ ഒരു 10ഓളം ജില്ലകളിൽ വീട് ചെയ്തിട്ടുണ്ട്. അത് വിൽക്കാനുള്ള വീടുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ ഈ തീർച്ചയായിട്ടും ഒരു വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ വിൽക്കാനുണ്ടെങ്കിലോ നമ്മളെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കണ്ടില്ലേ, ചാമ്പ, പിന്നെ എന്തിനാണ് നമ്മൾ ഉപ്പിലൊക്കെ ഇടൂലേ, ലൂപിക്ക, ആ സാധനമാണ് ഈ നിൽക്കണത്. കണ്ട, ഇഷ്ടം പോലെ കാഴ്ച നിൽക്കണതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുണ്ട് ലൂപിക്ക, കണ്ട, ഇഷ്ടം പോലെയാണ്. തൊട്ടിപ്പുറത്ത് വലിയൊരു കറിവേപ്പ്. അത് വീട്ടിൽ ഉള്ളതെല്ലാം നമുക്ക് ഇവിടെ ഈ പറമ്പ് ഇത്ര ഉള്ളവർ ഇവിടെ തന്നെ കൃഷി ചെയ്യുക. ഒരു വകയും പുറത്തുനിന്ന് മേടിക്കില്ല, അരി മാത്രം മേടിച്ചാൽ മതിയാവും. അപ്പം അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പറമ്പിലൊക്കെ ഇപ്പോൾ 2 മാസത്തിന് മുന്നേ ഇത് വെട്ടിത്തെളിച്ചത്. കണ്ട, അടിപൊളി ഒരു കിണർ, ശുദ്ധജലം. അത് 365 ദിവസവും നല്ല വെള്ളം കിട്ടണ നല്ല അടിപൊളി ഒരു കിണർ. കണ്ടാ നിൽക്കണ ഒരു പുളിയാണ്, ചെമ്മിപ്പുളി എന്നൊക്കെ പറയും, ഷുഗറുകാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഒരു മുരിങ്ങ മരമാണ്, ഇഷ്ടം പോലെ കായ്ക്കണ ഒരു മുരിങ്ങയാണ്. ഈ 6 കോടി രൂപയ്ക്ക് മുരിങ്ങാക്കോല് കിട്ടുമെന്ന് ചോദിക്കരുത് കേട്ടാരും. 6 കോടി രൂപയ്ക്ക് മുരിങ്ങാക്കോല് വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുണ്ട്, ഒരു ഔട്ട് ഹൗസാണ്. അത് വേലക്കാരത്തേക്കും ഡ്രൈവർക്കും താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു സ്റ്റോർ റൂം, പിന്നെ 2 സെപ്പറേറ്റഡ് റൂം, അതിനൊരു ബാത്റൂം. ഇതുണ്ട്, ഇവിടെ വേറൊരു വലിയ റൂമുണ്ട്. ഇതിൽ ഡ്രൈവർക്ക് താമസിക്കുക, അപ്പുറത്തൊരു വേലക്ക് നിൽക്കുന്ന ആൾക്കാർ, അത് സർവൻറ്റിന് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് ഔട്ട് ഹൗസാണത്. അതിനുള്ള അതെല്ലാം വീടിൻ്റെ പുറത്ത് തന്നെയുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യവും. ഇഷ്ടം പോലെ വാഴയുണ്ട്, ഏത്തവാഴ, അതുപോലെ തന്നെ സപ്പോട്ട മരം. ഇതാണ് ഞാൻ നേരത്തെ ആലോചിച്ചിട്ട് കിട്ടാൻ, സപ്പോട്ട. അങ്ങനെ ജാതി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 21 തെങ്ങും 20 നല്ലോണം കായ്ക്കണം, നല്ല കായ്ഫലമുള്ള, എന്തായാലും കായ്ഫലമുള്ള നല്ല അടിപൊളി തെങ്ങുകളാണ് എല്ലാവരും. പിന്നെ ഇപ്പം വേറൊരു കുഴപ്പമുണ്ടല്ലോ, തെങ്ങ് കയറാൻ ആളെ കിട്ടാനില്ല. അതും പറയണമല്ലോ പറയുമ്പോൾ. ഇത് കണ്ട, ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ്. ഇനിയാണ് നിങ്ങൾ ഒരു കാഴ്ചകൾ കാണാൻ കിടക്കണത്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇനി. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. ഇത് കണ്ട, ഇതാണ് നിങ്ങളുടെ കയറി വന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇതല്ലാട്ടോ നിങ്ങളുടെ ശരിക്കും ലിവിങ് ഏരിയ. ലിവിങ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇരിക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയ. ഇതാണ്, അതായത് നല്ലൊരു ഏരിയ ഉണ്ട്. ഇത് ഒരു 350 സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞുണ്ടാവും തോന്നുന്നുണ്ട്. കണ്ടാ, അത്രയും വലിയ വിശാലമായൊരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ, അടിപൊളി സെറ്റപ്പിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് ഗൾഫിൽ പോയവർക്ക് മനസ്സിലാവും. അവിടെയുള്ള വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. ഞാൻ ഗൾഫിലുണ്ടായിരുന്നതാണ്, നമ്മൾ വീടുകളുടെ പണിയായിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റൈലല്ലെന്ന്. കാരണം ഇവർ ഓൾറെഡി എവിടെയാണ്, മസ്കറ്റിലാണ്. അവിടെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ്. കണ്ട, ഇതാണ് നിങ്ങളെ ഡൈനിങ് ഏരിയ. കണ്ട, അടിപൊളി ഒരു ഡൈനിങ് ഏരിയ.
എല്ലാം നല്ല സ്പേസാണ്, നല്ല വിശാലമായ സ്പേസ്. ഏകദേശം ഒരു 7-8 റൂമായിട്ടുണ്ട് ഈ വീട്ടിൽ. എല്ലാം നല്ല സ്പേസ് ഉള്ളത്. ഇത് ഒരു കോമൺ ബാത്റൂമാണ്. കണ്ട, ഈ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ട, 2 ക്ലോസറ്റ് വെച്ചേക്കണുണ്ട. അത് ഒന്ന് ടോയ്ലറ്റ് ഒന്ന് യൂറിനറി ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പിലുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ഗൾഫ് മോഡലാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത്. കണ്ട, ഇനി ഇവിടുത്തെ റൂമുകൾ കാണാം. എല്ലാ റൂമിനും നല്ലൊരു ഏരിയയും ഉണ്ട്. എല്ലാ റൂമും AC യുമാണ്. എല്ലാത്തിനും 1.5 ടണ്ണിൻ്റെ AC ആയിട്ടാണ് വെച്ചേക്കണം എല്ലായിടത്തും. കണ്ട, എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയ, അതുപോലെ തന്നെ ബാത്റൂം നല്ല വലിപ്പം. കണ്ട, നല്ല സ്പേസുള്ള ബാത്റൂം. ഇത് ഇത്തിരി ചെറുതാണ്. ഇതിൻ്റെ അടുത്ത ബാത്റൂം ബെഡ്റൂമൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ഇന്ന് മൊത്തം അക്ഷരപ്പശകാണ്, എന്താണെന്നാവും. എല്ലാം അറ്റാച്ച്ഡാണ്. അപ്പോൾ പിന്നെ ബെഡ്റൂം എല്ലാവരും ഇപ്പോൾ പൊതുവെ എല്ലാ വീട്ടിലും അറ്റാച്ച്ഡ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. കിച്ചണൊക്കെ കംപ്ലീറ്റ്, ഈ വീടിന് വേറൊരു പ്രത്യേകത പറയാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ അത് കംപ്ലീറ്റ് തേക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം വുഡ് കംപ്ലീറ്റ് തേക്കാണ്. ജനലും വാതിലും കബോർഡും എല്ലാ ഐറ്റംസും തേക്കാണ്. കണ്ട, ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. ഒന്നും ചെയ്യാനില്ല, എല്ലാം സാധനം അടക്കമാണ് വിൽപ്പന. കണ്ട, അടിപൊളി ഒരു വീട്, അടിപൊളി സെറ്റപ്പ്. അപ്പോൾ ഈ വീട് വിൽക്കാനുള്ള വീടാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. 6 കോടി രൂപ കയ്യിലെടുക്കാനുള്ളവർക്ക് വാങ്ങാം. 6 കോടി രൂപ ഒന്നും വേണ്ടി വരുമല്ലോ കേട്ടോ. കാരണം ഇതൊരു നെഗോഷ്യബിളാണ്. അത്യാവശ്യം വില കുറവിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഇത് സെക്കൻഡ് കിച്ചണാണ്. ഇവിടെയാണ് വിറകടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. കണ്ട, ഇത് ഒരു വിറകടുപ്പാണ്. സെക്കൻഡ് കിച്ചണാണ് നിങ്ങളുടെ. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. ഇതിനൊരു ചെറിയൊരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാം. കാരണം ഒരു ലക്ഷറി സെറ്റപ്പാണ്. കാരണം എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇതകത്തോട്ടുള്ള ഗ്യാസ് കണക്ഷനൊക്കെ കൊടുത്തേക്കുന്നതാണ്. ഉണ്ട്, ഇതാണ് ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പുറത്ത് ആ ഔട്ട് ഹൗസിൻ്റെ അകത്തും ഒരു സ്റ്റോർ റൂം ഉണ്ട്. വിറകും കാര്യങ്ങളും തേങ്ങയൊക്കെ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ തേങ്ങയാണ്. ഞാനപ്പോൾ അതുകൊണ്ടാണ് അത് തുറന്ന് കാണിക്കാത്തത്. അപ്പം ഇവിടുത്തെ വീണ്ടും തേങ്ങയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു റൂമും കൂടി താഴത്തുണ്ട്, അതും കൂടി കയറി കാണാം. താഴത്ത് 2 റൂമാണുള്ളത്. താഴണ്ട, അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഒരു കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 ബാത്റൂം വേണ്ട. ഈ ബാത്റൂമിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? നല്ല ഏരിയ ഉള്ള കണ്ടോ? നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ അത്രയുള്ള ബാത്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലോട്ട് കയറാം. കണ്ടോ, ഇതിൻ്റെ ചവിട്ടുപടി മാത്രം ടൈലും, ബാക്കി റേസർ കംപ്ലീറ്റ് തേക്കാണ്. മരത്തിൽ പാനൽ ചെയ്തേക്കാനാണ്. അതേപോലെ തന്നെ ഹാൻഡ് റെയിലും കംപ്ലീറ്റ് തേക്കാണ്. ഇവിടെ എല്ലാ വുഡ് കംപ്ലീറ്റ് തേക്കാണ്. അതിൻ്റെ അത് വർക്കിലൊന്നും ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ മുകളിലത്തെ ഫ്ലോർ ഈ കാണുന്നതെല്ലാം മാർബിളാണ്. ഇത് മാർബിളാണ് ഫിനിഷ് ചെയ്തേക്കണം. താഴെയൊക്കെ ടൈലാണ്. അങ്ങനെ കട്ടിലൊക്കെ വീതി തന്നെ ഉണ്ടല്ലേ. മുകളിലത്തെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിന് താഴത്തേലും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അടിപൊളി ബെഡ്റൂമാണ് മുകളിലുള്ളതൊക്കെ. AC, അതേപോലെ വലിയൊരു കബോർഡ്, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ബാത്റൂം, അവിടെ തന്നെ ഒരു വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ക്ലോസറ്റ്, അത് രണ്ടും 2 ആവശ്യത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. 2ഉം ഒരാവശ്യത്തിനുള്ളതല്ല. ഇനി അടുത്ത റൂം പോയി കാണാം. ഇഷ്ടം പോലെയാണ്. മുകളിൽ 5 റൂമാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു റൂമിലോട്ട് 2 റൂമിലോട്ട് കയറാൻ വേണ്ടി ഒരു പാസേജ് പോലെ ഇട്ടേക്കുന്നത്. അതും നല്ലൊരു ഏരിയയിലുള്ള ഈ റൂം ഇതിൻ്റെ വലിപ്പം നല്ല സ്പേസ് ഉള്ള. ഇത് ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 300 സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ടാവുള്ളൂ. വലിയൊരു കബോർഡും അതേപോലെ തന്നെ കട്ടിൽ കാര്യങ്ങളുണ്ടാവും.
നല്ലൊരു ഏരിയയാണ് ഈ ഒരു ബെഡ്റൂം. കണ്ട ഇഷ്ടംപോലെ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമും AC ആണ്. കണ്ട ഇതിന് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം. കണ്ട ഇവിടെയും ഉണ്ട് 2 ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിൻ എല്ലാ സെറ്റപ്പും ഉണ്ട്. കണ്ട ഒരു ബാത്റൂമിൽ ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്ത ബെഡ്റൂമിലോട്ടും കയറാം. കണ്ട ഇതും നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. കണ്ട അടിപൊളി ഒരു ബെഡ്റൂം. ഇതിന് അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഈ 2 റൂമിനും കൂടിയാണ് ആ ഒരു ബാത്റൂം. മനസ്സിലായോ? അതൊരു സെപ്പറേറ്റ് ഒരു ഇതാണ്. ഇനി അടുത്ത റൂം പോയി കാണാം. ഇതല്ല, ഇതിൻ്റെ അടുത്തത് ആദ്യം കാണാം. കാരണം ഇതിൻ്റെ അകത്ത് ബാൽക്കണിയിലോട്ട് കയറണം. അപ്പോൾ ബാൽക്കണി കൂടി കാണണം നമുക്ക്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് അത് കാണാം. കണ്ട ഇത് നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. അതെ, പക്ഷെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ടൈല് പഴയ മോഡലാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഇടിച്ച് കളഞ്ഞ് പുതിയ മോഡൽ ടൈലൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി കയറണമെങ്കിൽ ഇതെല്ലാം അടിപൊളി ലക്ഷറി വീടാവും. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. നമ്മൾ നേരത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ബാൽക്കണിയും കൂടിയും കാണണം നമുക്ക്. എന്നാൽ ഈ വീടിന് ഒരു ബാൽക്കണി ഉള്ളൂ. അത് മാത്രമുള്ളൂ എനിക്കിതിനൊരു കുറവായിട്ട് തോന്നിയത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി 6 കോടി രൂപ കയ്യിലുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.